എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എനിക്ക് ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു മത്തിയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിലാണെന്ന് തോന്നുന്നു മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടാവുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മത്തി ക്ലീനിങ് ആണേ. മത്തി ആദ്യമായിട്ടൊക്കെ വെട്ടുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം തന്നെ വാലിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് മേത്തോട്ട് വെള്ളം തെറിക്കത്തില്ല കേട്ടോ. മീനിൻ്റെ വെള്ളമൊക്കെ തെറിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നെ സൈഡിലത്തെ ഈ എന്താണ് പറയുന്നത്, ചെകിളയോ അതിനെന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല, അതൊക്കെ വെട്ടിക്കളഞ്ഞ് നേരെ ചെതുമ്പി എടുക്കുക. ഫുള്ള് തലയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെയാണ്. എനിക്കാണെങ്കിൽ അതിൻ്റെ അറ്റത്ത് തലയുടെ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെതുമ്പുന്നത്. അല്ലെ എൻ്റെ കയ്യിൽ തെന്നി പോകും. ഞാൻ വൈകുന്നേരം വന്നപ്പോൾ മത്തി വാങ്ങിച്ചതാണ് കേട്ടോ. തലേ ദിവസം നമുക്ക് 3-4 മത്തി വറക്കാനുണ്ടായിരുന്നു. വറുത്തപ്പോൾ നല്ല ടേസ്റ്റ്. ചില മത്തിയൊക്കെ കിട്ടുമ്പോൾ വറുത്താൽ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ പിറ്റേന്നും മത്തി വാങ്ങിച്ചതാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം നെത്തോലി മീൻ തോരൻ വെച്ചതല്ലേ, അപ്പോൾ ഇനിയിപ്പം കുറച്ച് ദിവസം നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ലതായിട്ട് ചെതുമ്പി കളഞ്ഞാൽ ചെതുമ്പിലൊന്നും ഇരിക്കത്തില്ല. നമ്മൾ കടകളിലൊക്കെ പോയി, എനിക്ക് ഈ കടകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചില ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്നതിനോട് താല്പര്യമില്ല. മിക്കവാറും നമ്മൾ മത്തിയുടെയൊക്കെ ഫ്രൈ ഓടിച്ചെന്ന് വാങ്ങിക്കുന്നത് മത്തി ഫ്രൈ ആണ്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ചെതുമ്പൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. എനിക്കതങ്ങ് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് അതിലിരിക്കുന്നത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല ആധികാരികമായിട്ട് തന്നെ ചെതുമ്പിയൊക്കെ കളയാം. എന്നിട്ട് അതിനകത്തെ ആ കറുത്ത അതിന് പറയുന്നത് കുടലിൻ്റെ ഭാഗത്തൊക്കെ വേസ്റ്റൊക്കെ ഇരിക്കും. അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ വെട്ടി കഴിയുമ്പോൾ ചെറിയ നാര് പോലെ മുള്ളിങ്ങനെ മേലോട്ട് പൊങ്ങിയിരിക്കും. ആ മുള്ളൊക്കെ ഞാനിങ്ങനെ എടുത്തെടുത്തങ്ങ് കളയുമേ. നല്ല ചെറിയ മത്തിയൊക്കെ ആണെങ്കിൽ വറുത്ത് കഴിഞ്ഞാൽ ആ മുള്ളോട് കൂടി കഴിക്കുക. ഭയങ്കര കാൽസ്യമൊക്കെയാണ് മത്തിയുടെ മുള്ളിന്. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മത്തി വെട്ടുന്നതാണ് ഇന്നത്തെ പ്രധാന വിഷയം. അപ്പം അത് അറിയാത്തവരൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, പ്രധാനമായിട്ടും ലേഡീസിനൊക്കെ അറിയാമായിരിക്കും, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു പഠിച്ചോണം കേട്ടോ. ഇതൊരു ട്യൂഷൻ ക്ലാസ് ആയിട്ട് വെച്ചോ. അത് കഴിഞ്ഞ് ആരെങ്കിലും ഇത് കണ്ട് പ്രയോജനപ്പെട്ട് മത്തി വെട്ടാൻ പഠിച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടി ചെയ്താൽ വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇടണ്ടേ, എന്താണ് കണ്ടന്റ് എന്നും. അപ്പം ഞാൻ ഓർത്തു ഇത് എന്തായാലും ഒരു കമൻറ്റ് വന്നതല്ലേ, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് നിർദ്ദേശമാണെങ്കിൽ, ഇതുപോലെ കുക്കിംഗ് സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ എന്നെയും കൊണ്ട് പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്തിടാം കേട്ടോ. ഒരു കണ്ടന്റും കിട്ടുന്നില്ല ഇപ്പോഴും. പിന്നെ കഴിഞ്ഞ ദിവസം നെത്തോലി ക്ലീനിങ്, തോരൻ വെക്കുന്നത്, പിന്നെ മാമ്പഴക്കറി, അതൊക്കെ നമ്മൾ ഒന്നും ഇല്ലാത്തതിന് എടുത്തിട്ടതാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടന്റൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ ഒന്ന് മാറ്റി പിടിച്ചതാണ്. എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ വെച്ച് നമുക്ക് സംസാരിച്ചുള്ള വീഡിയോ ഇടാം. അതൊക്കെ ആണെങ്കിൽ 1K ഒക്കെ ആയി കേട്ടോ. 700 അങ്ങനെയൊക്കെ വ്യൂസ് വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെ പറ്റിയ ഒരു ഒന്നും കിട്ടുന്നില്ല നമുക്ക് ചെയ്യാനെ കൊണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. നമുക്ക് വാച്ച് അവർ ഒന്ന് കംപ്ലീറ്റ് ആക്കണം. ഒരു 1 ഇയറൊക്കെ ആയത് കാരണം നമ്മുടെ പഴയ വാച്ച് അവർ ഈ 360 ദിവസത്തിന് ബാക്കിലോട്ടുള്ള 364 ദിവസം അങ്ങനെയൊക്കെ വരുമ്പം 3, 4, 5 ദിവസത്തിൽ വെച്ച് വാച്ച് അവർ കുറയുന്നുണ്ട്. അത് വേറൊരു സംഭവമാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ എന്തെങ്കിലും കണ്ടന്റ് കണ്ടെത്തിയിടുന്നത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഫുള്ളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. രാത്രിയിലാണ് ഞാനിത് ചെയ്ത് കേട്ടോ. വൈകുന്നേരം കൊണ്ടുവന്നു എങ്കിലും എടുത്തില്ല. നാമം ചൊല്ലാനും വിളക്ക് കത്തിക്കാനും നാമം ചൊല്ലാനും ഒക്കെ ഉള്ള സമയത്ത് മീൻ ഞാൻ എടുക്കത്തില്ല. ഞാൻ മാറ്റി വെച്ചു. കുളി നനയെ കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് എടുത്തത്. അത് കാരണം അത്താഴം കഴിക്കാൻ വൈകി. ചെറിയ മീനൊക്കെ ആവുമ്പോൾ നമുക്ക് മെനക്കേടാണ്. കൊണ്ടുവന്നിട്ട് കുറേ അധികം സമയം എടുക്കും. ഇനിയുണ്ട്, ബാക്കി ഇരിക്കുന്നു. ബാക്കി ഇനി അടുത്ത ദിവസം എടുക്കാമെന്ന് വെച്ച് മാറ്റി വെച്ചു. അങ്ങനെ മത്തി ക്ലീനിങ്ങിന് അവസാനം ഉണ്ടല്ലോ ഉപ്പിട്ട് കഴുകിയേ. കല്ലുപ്പൊക്കെ ഇട്ട് കഴുകുന്ന ശീലം ഉണ്ടായിരുന്നു. ഇപ്പോൾ കല്ലുപ്പ് വാങ്ങിക്കാറില്ല, പൊടിയുപ്പിട്ട് കഴുകി. അപ്പോൾ ഇച്ചിരി കൂടെ അതിൻ്റെ തെന്നലൊക്കെ അങ്ങ് മാറും. മീനിൻ്റെ നല്ലതായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് വരഞ്ഞ് വെക്കുമ്പം നമ്മൾ ചേർക്കുന്ന മസാല, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഇതിനകത്തോട്ട് പിടിച്ച് കയറും. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തത്. ഒരിടയ്ക്ക് ഞങ്ങളിവിടെ വാഴയിലയിൽ പൊള്ളിക്കുമായിരുന്നു. ഇത് വെളിച്ചെണ്ണയിലാണ് വറുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ.